ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ദേശീയ തലത്തിൽ? ബൽറാം, വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് ദേശീയ തലത്തിൽ നിന്നും ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദം പുരോഗമിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച പൂർണ്ണമായും പാർലമെന്റിന്റെ ലോക്സഭ സംഘർഷഭരിതമായിരുന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് ബജറ്റിലുള്ള പൊതു ചർച്ചകൾ എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ചില വിഷയങ്ങൾ കൂടി കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കാൻ ആണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം PM കെയർ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട എന്ന നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഭാധ്യക്ഷന്മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയം സഭയിൽ ശക്തമായി ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. അതേസമയം ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള സഭയിൽ എത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായ പ്രമേയം പരിഗണിക്കുന്നതുവരെ എന്തായാലും ഇന്നും സഭയിൽ ഈ വിഷയങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കഴിഞ്ഞ തവണ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ജയശ്രീയുടെ അറസ്റ്റ് തടയുകയും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ ജയശ്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് ജയശ്രീ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ദേശീയ തലത്തിൽ തന്നെ സുപ്രധാനമായ വാർത്തയാണ്. NCP നേതാവ് അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചുകൊണ്ട് NCP ശരത് പവാർ വിഭാഗം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ അനന്തരവൻ രോഹിത് പവാറാണ് വാർത്താ സമ്മേളനം നടത്തി ഇത്തരത്തിൽ ഈ അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ, തുടർ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ്. രാജ്യത്തെ 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും 500ഓളം കർഷക സംഘടനകൾ ഭാഗമായ സംയുക്ത കിസാൻ മോർച്ചയും സംയുക്തമായി പ്രഖ്യാപിച്ച തൊഴിലാളി പണിമുടക്കാണ് ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ 24 മണിക്കൂർ നടക്കുക. രാജ്യത്തെ വ്യവസായ മേഖലകൾ, ഗ്രാമീണ തൊഴിലാളികൾ, പ്രതിരോധ തൊഴിലാളികൾ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളും ടാക്സി, മോട്ടോർ തൊഴിലാളികളും ഈ പണിമുടക്കിന്റെ ഭാഗമാകും എന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. ഏതാണ്ട് 30 കോടിയോളം തൊഴിലാളികൾ ഈ ഒരു പണിമുടക്കിന്റെ ഭാഗമാകും എന്നും ആണ് പ്രഖ്യാപനം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ തൊഴിൽ നയങ്ങൾക്ക്, തൊഴിൽ കോഡുകൾക്കെതിരായി പ്രഖ്യാപിച്ച പണിമുടക്കിൽ India-US വ്യാപാര കരാർ വിഷയം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ കർഷക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ വിവിധ മേഖലകളെ ഈ ഒരു പൊതുപണിമുടക്ക് ബാധിക്കും. പണിമുടക്കിൽ നിന്നും പിന്മാറണം എന്ന ആവശ്യം വ്യവസായ മന്ത്രാലയം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ചർച്ചകളിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ പൊതുപണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.